വീണ വിജയനെ തേടി NIA വരികയാണ്. ശരിക്കും NIA വരേണ്ട അത്ര പ്രശ്നം വീണ വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അഴിമതി കേസല്ലേ, രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇതിലുണ്ടോ? അല്ല, ഇത് അഴിമതി കേസാണെന്നുള്ളത് തർക്കമില്ല. കാരണം നോക്കുകൂലിയായിട്ട് വെറുതെ ഒരാൾക്ക് ഇങ്ങനെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിശ്വാസ്യത വേണം, ഒരു യുക്തിയും വേണമല്ലോ. അതില്ല. കാരണം വീണ വിജയന് എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന കർത്താവ് സ്ഥിരമായിട്ട് കാശ് കൊടുത്തുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊരു കുഴപ്പമുണ്ടല്ലോ. എന്തിനു കൊടുക്കണം എന്നൊരു ചോദ്യമില്ലേ? അതെ, ഒരു സർവീസും തരാതെ ഒരാൾക്ക് കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മായിയുടെ മോളൊന്നും അല്ലല്ലോ, കർത്താവിൻ്റെ അമ്മായിയുടെ മകളാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ജീവിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇതിപ്പോൾ അതല്ലല്ലോ പ്രശ്നം. പിണറായി വിജയൻ്റെ മകൾക്ക് എന്തിന് കാശ് കൊടുക്കുന്നു എന്നൊരു ചോദ്യം പിണറായി വിജയൻ തന്നെ ചോദിക്കണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ചോദിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചോദിക്കുന്നില്ല. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ NIA വരണം എന്നുണ്ടെങ്കിൽ ഫെമ ലംഘനം ഉണ്ടായിരിക്കണം. ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് മണി ആക്ട് ആണെന്ന് അതിൻ്റെ ഇത് ലംഘനം നടന്നിരിക്കണം. അതിന് ചാൻസുകളുണ്ട്. ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴിമതി പണം ഒരിക്കലും ഇപ്പോൾ ആളുകൾ ആരും തന്നെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നേയില്ല. അഴിമതി നടത്തുന്ന എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലോ മൗറീഷ്യസ്, പിന്നെ ദുബായ്, അല്ല ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ മലേഷ്യ, സിംഗപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അഴിമതി പണങ്ങൾ നിക്ഷേപിക്കുന്നത്. അഴിമതി പണങ്ങൾ ആരും ഇന്ത്യയിലും കേരളത്തിലും നിക്ഷേപിക്കുന്നില്ല. അപ്പോൾ ഈ ഇവർ കിട്ടിയിരിക്കുന്ന പണം ഇത്രയും മാത്രമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അന്വേഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് മുഴുവൻ പരിശോധിച്ച് കഴിയുന്നതിന് ശേഷം മാത്രമേ ഈ പണം എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കും അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം, 242 അക്കൗണ്ട് അവരുടേതല്ല, അതെ, അവരുടെ 3 അക്കൗണ്ടേ ഉള്ളൂ. വീണ വിജയൻ്റെ 3 അക്കൗണ്ടിലായിട്ട് 17,50,000 താഴെ ഉള്ള തുകയാണ് ഉള്ളത്. അതാണ് ഫ്രീസ് ചെയ്തേക്കണം. വേറെ പിന്നെ പിണറായി വിജയൻ്റെയോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയോ ഇവരുടെ ഭർത്താവിൻ്റെയോ ഒന്നും അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടില്ല. ബാക്കി 239 അക്കൗണ്ടും ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കരിമണൽ കർത്ത CMRL ജീവനക്കാരുടെ അക്കൗണ്ടുകളാണത്. കാരണം ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലൂടെയാണ് കർത്താവ് ഈ കാശ് കൈക്കൂലി കൊടുത്തിരുന്നത്. ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലൂടെയായിരുന്നു. അപ്പോൾ പണം ജീവനക്കാരുടെ അക്കൗണ്ടിൽ വരികയും അവരത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 239 അക്കൗണ്ട് കൂടി ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ സംഗതി. വീണ വിജയൻ്റെ 3 അക്കൗണ്ടേ ഉള്ളൂ. അതിൽ 17 ലക്ഷത്തി ചില്ലായിരം രൂപയേ ഉള്ളൂ. അതവർക്ക് എന്ന് വെച്ചാൽ പീനട്ടാണ്, വെറുതെ തൃണം, ആരും ശ്രദ്ധിക്കാനില്ലാത്തതാണ്. പക്ഷേ വീണ വിജയന് കിട്ടിയിട്ടുള്ള പണം, വീണ വിജയൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് പണം ഉണ്ടാക്കിയിരിക്കും. പിണറായി വിജയനും പണം ഉണ്ടാക്കുന്നതിന് എതിരല്ല. കാരണം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ രാഷ്ട്രീയത്തിൽ വന്ന പിണറായി വിജയൻ ഈ സോഷ്യലിസം വേണം, മതേതരത്വം വേണം, ജനാധിപത്യം വേണം, വർഗസമരം വേണം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ് ജീവിച്ചിട്ടുള്ള പിണറായി വിജയൻ നമ്മൾ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളൊരു വീട് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോഴാണ് ആ വീട് കണ്ടത്. അതിപ്പോഴാണ് വെളിയിൽ വരുന്നത്. വെളിയിൽ വരുന്ന ആ വീടിൻ്റെ ചിത്രം കണ്ടത്. വളരെ വലിയ വീടല്ലേ അത്. ഇതിനൊക്കെ ഇയാൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടിയെന്നൊരു ചോദ്യമില്ലേ? എവിടെ നിന്നാണ് പുള്ളിക്ക് പൈസ കിട്ടുന്നത്? പാർട്ടിയുടെ കൊടുക്കുന്ന കാശ് കൊണ്ട് ഇത്രയും വലിയ വീട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ നോൺ സോഴ്സ് അറിയപ്പെടുന്ന സ്രോതസ്സുകളിലൂടെ ലഭിക്കുന്ന പണത്തേക്കാളേറെ പണം ഉണ്ടായിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും പണം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പണം ഉണ്ട്. ആ പണം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കാറില്ല. പക്ഷെ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് ചോദിക്കുക തന്നെ വേണം. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും പണം കിട്ടിയതെന്നുള്ള കാര്യം. അപ്പോൾ ഈ പണം ഇങ്ങനെ കിട്ടുന്ന ഒരാളായതുകൊണ്ടും
ഈ പണം ഇൻവെസ്റ്റ് ചെയ്യാനിടയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളാണ്. ഗൾഫ് ഉണ്ടാകാം, അമേരിക്ക കാണാം. എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ടും നമുക്കറിയില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിദേശത്തേക്ക് പണം ഏതെങ്കിലും സ്രോതസ് വഴി പോയി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് NIA അന്വേഷിക്കേണ്ടി വരും. അതെ, ആ കേസ് NIA അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ NIA അന്വേഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വേറെയും കുഴപ്പമുണ്ട്. അത് അത്ര ലളിതമായിരിക്കില്ല കാര്യങ്ങൾ. കാരണം NIAയുടെ കോടതി എനിക്ക് തോന്നുന്നു കേരളമല്ലെന്ന് തോന്നുന്നു. ഡൽഹി ആയിട്ടിരുന്നു എൻ്റെ കേസ് എടുക്കുന്നത് ഡൽഹിയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ജയില് തിഹാറാണ്. അതും ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ കൂടുതൽ സമരം വേണ്ടി വരും ഇവിടെ. മാത്രമല്ല തീവണ്ടി പിടിച്ച് ഡൽഹിയിൽ പോയിട്ട് സമരം ചെയ്ത് തിരിച്ചു വരേണ്ടിയും വരും. പക്ഷേ ഈ അവിടെയുള്ള കാര്യങ്ങൾക്കെന്ന് വെച്ചാൽ വലിയ മുളവടിയും പിടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നത്. അവർക്കാണെങ്കിൽ ഇത് ആരാണെന്ന് എന്താണെന്ന് ഒന്നും അറിയില്ല. അടിയാണെന്നല്ലേ MA ബേബിക്കാണ് നല്ലത് കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടിയില്ല, പക്ഷേ ഉന്തിത്തള്ളി ഒരു ബേബിയാണ് ബദ്മാഷ് എന്നുള്ളതൊക്കെയല്ലേ അവർ കൂട്ടുള്ളൂ. അരേ ബദ്മാഷ് എന്ന് പറഞ്ഞിട്ടല്ലേ ഒരു അറഗൻ്റ് ഭാഷയിലല്ലേ അവർ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് NIA വരുന്നു എന്ന് പ്രിയൻ പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എന്ന് പറഞ്ഞാൽ അഴിമതി പണം വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അഴിമതി പണം വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്നല്ല, പിണറായി വിജയൻ്റെ കുടുംബത്തിന് തന്നെ അത് ദോഷകരമായിട്ടേ വരുള്ളൂ. ഈ അഴിമതിക്ക് ഉണ്ടാക്കുന്ന പണത്തിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. അതിങ്ങനെ കുറേ കാലം ഇങ്ങനെ വന്നിട്ട് പിടി വീണ് കഴിയുമ്പോഴേക്കും ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥയിൽ ചെന്ന് വിടും. അതെ, ഇപ്പോൾ കോടതിയിൽ കേസ് കൊടുത്ത് അത് കാരണം ഇവരെ കൊണ്ടല്ല കേസ് കൊടുപ്പിച്ചത്, കർത്താവിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. കർത്താവിൻ്റെ കേസ് അവിടെ നിന്ന് ആ കേസ് ഇത് അല്ല എന്ന് വളരെ ഇൻ്റലിജൻ്റായ ഒരു ജഡ്ജ്മെൻറ്റ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന് ഇതിങ്ങോട്ട് തുടങ്ങിയോടുകൂടി ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടി കടന്നു. പക്ഷേ കർത്ത വെറുതെ ഇരുന്നില്ല. കർത്ത ഇന്നിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്കൊണ്ട് തിങ്കളാഴ്ച മറ്റോ കേസ് പരിഗണിക്കുകയാണ്. അപ്പോൾ ഇനി ഫർദർ എൻക്വയറി സ്റ്റേ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പരമാവധി വേണമെങ്കിൽ അടുത്ത ഇത് ചെയ്യാവുന്ന കാര്യം അന്വേഷണം വേണ്ടാന്ന് എങ്ങനെ വെക്കാൻ പറ്റും? വിശേഷിച്ചും വളരെ ഉയർന്ന പദവിയിലിരുന്ന ഒരാളുടെ മകളെക്കുറിച്ചാകുമ്പോൾ. 10 കൊല്ലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും 16 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്ന ഒരാളുടെ, അങ്ങനെ 26 കൊല്ലം തുടർച്ചയായിട്ട് രാഷ്ട്രീയത്തിലും അധികാരത്തിലും ഇരുന്ന ഒരാളുടെ, അതിനിടയ്ക്ക് പുള്ളി 2 കൊല്ലം മന്ത്രിയുമായിരുന്നു. 2-3 കൊല്ലം മന്ത്രിയായിരുന്നു, ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരാളുടെ ഈ സ്രോതസ്സിനെ നിരക്കാത്ത വിധത്തിൽ ധനം കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ആ വീടെന്തായാലും അദ്ദേഹം വെക്കാനായിട്ട് കുറേ പൈസ ആയിട്ടുണ്ട്. അതിനുള്ള വരുമാനം ഇങ്ങേർക്കില്ല. അത് ഈ കാലത്തൊന്നും മുമ്പാണ് വെച്ചിരിക്കുന്നത്. അന്ന് ഇത്രയുള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഡംബരം അല്ല. ഇന്നിപ്പോൾ അങ്ങനത്തെ വീട് പല സ്ഥലത്തും കണ്ടേക്കാം. അതെ, അന്ന് കാണാൻ പറ്റില്ല. അങ്ങനെയില്ല. അന്ന് ആ വീട് വെക്കാൻ ഇങ്ങർക്ക് എവിടെ നിന്ന് പണം കിട്ടിയെന്നൊരു ചോദ്യമില്ലേ? അതെ, അതിപ്പോൾ എന്തായാലും കമല ടീച്ചർക്ക് കിട്ടിയ പണം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം മകള് ബിസിനസ് തുടങ്ങിയത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അതെ, അപ്പം എല്ലാം കൂടെ അതിക്കൊണ്ട് നടക്കില്ലല്ലോ. എല്ലാം വീട് വെക്കലും ബിസിനസ് തുടങ്ങലും എല്ലാം കൂടെ നടക്കില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, ഈ മകൾക്കപ്പോൾ ഇത്രയും കാലം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇതൊന്നും തുടങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ലേ? ഇവരെവിടെയൊക്കെയോ ജോലി ചെയ്തിട്ടുണ്ടെന്നല്ലോ പറയണത്. അതെ, അപ്പോൾ ഇതാകെ കുഴഞ്ഞു മറിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിദേശ നിക്ഷേപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം പിണറായി വിജയൻ്റെ ജീവിതത്തിന് ഒട്ടും സുഖകരമായിരിക്കില്ല എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു സുരക്ഷ എന്ന നിലക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത്.
അല്ലെങ്കിൽ അസംബ്ലി തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും അവിടെ പോയിരിക്കണം, ഉപക്ഷേപം നടത്തണം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കണം, പ്രസംഗിക്കണം, പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് വാക്കൗട്ട് നടത്തണം, വാക്കൗട്ട് നടത്തി ഒരുപാട് പണി ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ഒരു പണി ചെയ്യുന്ന ഒരാളായിരുന്നില്ലല്ലോ പുള്ളി, വളരെ റിസർവ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ പുള്ളി ഏറ്റെടുത്തത് ഇത് മുൻകൂട്ടി കണ്ടിട്ടല്ലേ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.